ഓം സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സായം സന്ധ്യാവന്ദനം. നമ്മുടെ ജീവിതം അനുനിമിഷം സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്ക്, നന്മയിൽ നിന്നും നന്മയിലേക്ക്, സ്നേഹത്തിൽ നിന്നും സ്നേഹത്തിലേക്ക്, ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക്, വളർച്ചയുടെ പാതയിൽ സമാനതകളില്ലാത്ത നന്മയുടെ ഒരു ജീവിതം. ഇതിന് അല്പം പണിപ്പെടണം. അല്പം പണിപ്പെടണം. ശ്രീശങ്കര ഭഗവത്പാദര് 8ാമത്തെ വയസ്സിൽ ഈ കൊച്ചു കേരളത്തിൽ നിന്നും മധ്യപ്രദേശിലേക്ക് എത്തി. അവിശ്വസനീയം, അൺബിലീവബിൾ. 8ാമത്തെ വയസ്സിൽ ഇവിടെ നടന്ന് ഗോവിന്ദ ഭഗവത്പാദരുടെ മുന്നിലെത്തി. അവിടെ കാര്യങ്ങൾ പഠിച്ച് ശങ്കരാചാര്യരോട് പറയുന്നതാണ്, നീ ഭാഷ്യം എഴുതാൻ. അങ്ങനെ ശ്രീശങ്കര ഭഗവത്പാദർ ആദ്യമായി വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷ്യം എഴുതുന്നതിൽ തുടക്കത്തിൽ അദ്ദേഹം എഴുതുകയാണ്, സച്ചിദാനന്ദ രൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വേദാന്തവേദ്യായ, നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. എൻ്റെ ബുദ്ധിക്ക് സാക്ഷിയായി നിൽക്കുന്ന എൻ്റെ ഗുരുവായ ഹേ ജഗദീശ്വര, സച്ചിദാനന്ദ സ്വരൂപനായ കൃഷ്ണ, ക്ലിശുകാരിണേ. എന്താണ്? നിൻ്റെ ഉപാസനയിലൂടെ നീ പറഞ്ഞു തരുന്ന ഗീതാശാസ്ത്രം, നീ പറഞ്ഞ ഭഗവത്ഗീത, നീ പറഞ്ഞ ഭാഗവതം മുതലായവ പഠിക്കുന്നുണ്ട്. ക്ലിശുകാരിണേ, ആയാസം കൂടാതെ, ടേക്ക് ഇറ്റ് ഈസിയിൽ, AR റഹ്മാനെ പോലെ വളരെ ഈസി ആയിട്ട് ജീവിതം കൊണ്ട് നടക്കണം. ഇതിനാണ് കൃഷ്ണ ഉപാസന. കാരണം മഹാഗൃഹസ്ഥനാണ് കൃഷ്ണൻ. നമുക്കെല്ലാവർക്കും അറിയാം, വ്യക്തമായിട്ടറിയാം. എന്ത് 16,008 ഭാര്യമാരാണ് ഭഗവാൻ പറഞ്ഞ. ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ഒരു ശ്ലോകം അതൊന്നും അറിയില്ല തിരുമേനി, ഭാഗവതത്തിലെ ഏതെങ്കിലും അതും അറിയില്ല. പിന്നെ ഇതറിയാം, എന്ത് 16,008 ഭാര്യമാർ. എന്താ? ഉള്ളിലൊരു ചെറിയ ആഗ്രഹം. എന്ത്? വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ഉൽപ്പലാക്ഷണം നായർക്കും, എനിക്കും, നിങ്ങൾക്കും, എല്ലാവർക്കും തോന്നും, എന്ത്? ഭാര്യ അത്ര പോരാ. ഇതെപ്പോഴെങ്കിലും ഈ സത്യം ഒന്ന് തുറന്ന് പറയണം ഭാര്യയോട്. അപ്പോൾ ഭാര്യ എന്ത് പറയും? അതേ ഗോപാലൻ നായരെ ഇരിക്കടോ. ഞാൻ ജനിച്ചന്നേരം മുതൽ സ്വപ്നം കാണുന്നതാണ് വിവാഹവും ഭർത്താവിൻ്റെ കൂട്ടത്തിലുള്ള ജീവിതവും ഫസ്റ്റ് നൈറ്റും. ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. പിറ്റേ ദിവസം കുളിച്ചപ്പോൾ കൗസല്യ സുപ്രജാത മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ 6ാമത്തെ വർഷമല്ലേ ഞാൻ അത്ര പോരാൻ തോന്നിയത്? എനിക്ക് ഫസ്റ്റ് നൈറ്റ് തന്നെ ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് മനസ്സിലായി, നിങ്ങളെ ഒരു വസ്തുവിന് കൊള്ളത്തില്ലാന്ന്. ഇതാണ് ദാമ്പത്യം. അപ്പോൾ ശ്രദ്ധിക്കണം, ജീവിതം. ഈ 2 വ്യക്തികളും ഒറ്റപ്പെടലുകളുടെ തുരുത്തിനകത്തോട്ടാണ് ഇവർ ജീവിതം. എവിടത്തേക്കാണ്? ഒറ്റപ്പെടലുള്ള, ഏകാന്തതയിലൂടെയുള്ള, ഏകാന്തതയിലൊരപാര തീര. കണ്ടില്ലേ? വയലാറോ ഭാസ്കരൻ നായരോ ആരും എഴുതിയാണ്, ആരാന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, ജീവിതം ഒറ്റപ്പെടലിൻ്റെ ഒരു തുരുത്തിനകത്തോടുള്ള യാത്രയാണ്. ഇതിനകത്ത് കൂട്ടുകാരന്മാരായ ചേട്ടന്മാരായ കൂട്ടുകാരന്മാരും ഈ ഏകാന്തതയ്ക്ക് ഒരു പരിഹാരമായി തൻ്റെ പ്രാണസഖിയേക്കാൾ വലുതായി, തൻ്റെ ഇഷ്ടദേവനേക്കാൾ വലുതായി, തൻ്റെ മക്കളേക്കാൾ വലുതായി സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ബിവറേജ് കോർപ്പറേഷനെ
അവരെന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. കാരണം ഭാര്യയോടൊരു തരി സ്നേഹമുള്ള ആൾക്കാർ ആരെങ്കിലും ഈ മദ്യപിച്ച് കെട്ട് കക്കൂസ് ടാങ്കിയിലെ നാറ്റം കൊണ്ട്, അത്ര വൃത്തികെട്ട നാറ്റമാണിത്, ഇതും കഴിച്ചിട്ട് ഭാര്യയുടെ കൂട്ടത്തിൽ ബെഡ്റൂമിൽ കിടക്കുമോ? ഇല്ല. സ്വന്തം മക്കളോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പട്ടച്ചാരായം നക്കി ഈ ചാരായം ചൂണ്ടലാക്കിയിട്ട് ആ കുട്ടികളുടെ അടുത്തോട്ട് പോവോ? ഇല്ല. ആരെങ്കിലും സ്വബോധം നഷ്ടപ്പെട്ട് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ, ഹൈന്ദവ സംസ്കൃതിയിലുള്ള ഹിന്ദുക്കളായിരിക്കുന്ന ജന്തുക്കൾ മദ്യപിച്ചുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ പോകാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും ഇവർ വിശ്വസിക്കുന്നില്ല, ഇവർ ആചരിക്കുന്നില്ല, ആചാരവിരുദ്ധന്മാരാണ് ഈ മദ്യപാനികൾ. അപ്പോൾ ശ്രദ്ധിക്കണം, ആധുനിക മനുഷ്യൻ ഈ ഒറ്റപ്പെടലിൽ നിന്നും ഒരു മാറി യാത്ര ചെയ്യാനാണ് മദ്യവും മയക്കുമരുന്നും മുതലായവയും അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയകളെയും അതിലുള്ള മാജിക് വേർഡിനകത്തോട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്തോട്ടും ഇവയിലെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് എനർജിയും ദുഃഖവും. കാരണം കാണുന്നതൊക്കെ നെഗറ്റീവാണ്, പാസ് ചെയ്യുന്നതൊക്കെ നെഗറ്റീവാണ്. പിന്നെ മറ്റുള്ളവരുടെ പെർഫോമൻസുകൾ കാണും, മറ്റുള്ളവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് ഈ കഴിവില്ലായ്മയെക്കുറിച്ച് മനസ്സിലാവും, അതും ദുഃഖം. പിന്നെ എല്ലാവരും ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഫോട്ടോയുമാണ് സോഷ്യൽ മീഡിയകളിൽ. പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഫോട്ടോകളും. ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ പോയിട്ടൊരു ഫോട്ടോ ക്ലിക്ക് എടുത്ത് 18 ദിവസമായി ഞങ്ങൾ ടൂറിലാണ് എന്നുള്ളത്. അപ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ തുടങ്ങി എല്ലാ ദിവസവും പുറത്തുനിന്ന് ആ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചായക്കടയിൽ നിന്ന് കുഴിനഖമുള്ള ഒരു ബംഗാളി കലക്കി തേച്ചിട്ടുള്ളൊരു ചായയും കുടിക്കുന്ന ഫോട്ടോയും. ശ്രദ്ധിക്കണം, ഇതൊക്കെ നെഗറ്റീവിലേക്കും ദുഃഖത്തിലേക്കുമാണ് നമ്മളെ നയിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് ആ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു സബ്ജക്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ഇല്ലത്ത് ഒരു ഉത്സവം ഉണ്ടായിരുന്നു. ഇതിനിടെ ഉത്സവം ഉണ്ടായതപ്പോൾ രാവിലെ വെളുപ്പിൽ എഴുന്നേറ്റ്, വന്ദേ ഭാരതിനെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ദേ ഭാരതിന് ഇറങ്ങേണ്ട തിരക്കിൽ ഈ ഗേറ്റ് പൂട്ടിയിട്ട് എൻ്റെ വൈഫ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാലൊന്ന് ഇടറി. അയ്യോ എൻ്റെ കാലിടറി പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി ചോദിച്ചു. ഒന്നും പറ്റിയില്ല പറഞ്ഞു. ഓടി കാറിൽ വന്ന് കയറി എറണാകുളത്ത് പോയി വന്ദേ ഭാരത് പിടിച്ചു. അവിടെ എത്തി അങ്ങ് ഉത്സവം അതിഗംഭീരമായി. കാരണം എന്താ, 3 ദിവസത്തെ ഉത്സവമാണ്. പുള്ളിക്കാരി ഇവിടെ 3 സെറ്റ് സാരി മേടിച്ചിട്ടുണ്ട്, 3 ബ്ലൗസും തയ്പ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടിട്ടൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധ. പിന്നെ വൈകുന്നേരം ദീപാരാധന, ഗുരുതി പൂജകളൊക്കെ അതിന് എന്ത് ചെയ്ത് 3 ദിവസത്തെ 3 സ്പെഷ്യൽ ചുരിദാറും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ഈ ഉത്സവത്തിനകത്ത് ഉത്സവം തിമിർത്താടി തിരിച്ച് 4ാമത്തെ ദിവസം തിരിച്ചു വരികയും ചെയ്തു. വന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, അതെ ചെറിയൊരു എന്ത് പറ്റി, ഞാൻ അന്ന് പോകുമ്പോൾ വന്ദേ ഭാരതിന് പോകേണ്ട തിരക്കിന് ഗേറ്റിന് കാല് മുട്ടിയേക്ക് ചെറിയൊരു വേദന. ചെറിയൊരു വേദന. ഇതിപ്പോൾ 5ാം ദിവസമായേ. എന്നാൽ നമുക്ക് പോയിട്ട് ഓർത്തോനെ കാണാം. ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞ് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിന് ലിഗ്മെൻ്റ് എന്തോ ഒരു സാധനം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞത്. അതിനെന്താ ഡോക്ടറെ ചെയ്യേണ്ടത്? പ്ലാസ്റ്റർ ഇടണമെന്ന്. ശരണമയ്യപ്പ. പ്ലാസ്റ്റർ അങ്ങോട്ട് ഇട്ടു. 1 മാസം പ്ലാസ്റ്റർ ഇട്ടു. ശ്രദ്ധിക്കണം, കഴിഞ്ഞ മാസം എൻ്റെ ഒരു കസിൻ മരിച്ചിട്ടുണ്ടായിരുന്നു. കസിൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അനുജനും കൂടി അവിടെ ഇതൊക്കെ പോയ ശ്മശാനത്തു നിന്ന് എൻ്റെ അനുജൻ്റെ കാലൊന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്തു. അനുജൻ പിറ്റേ ദിവസം പറഞ്ഞു, എൻ്റെ കാലിന് കാര്യമായിട്ട് എന്തോ പറ്റി. ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ലടാ. നീ അവിടുന്ന് സ്ലിപ്പായതേ ഉള്ളൂ. അല്ല, ഉടൻ തന്നെ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എന്നെ ചെക്ക് ചെയ്യണം, എക്സ്റേ എടുക്കണം. എന്ത് ഇതായിട്ടും ഡോക്ടർ പറയണു നിനക്കൊരു കുഴപ്പമില്ല. അല്ല, എനിക്ക് കാര്യമായിട്ട് എന്തുണ്ട്, ഡോക്ടർ ശരിയല്ല. വേറൊരു ഡോക്ടറെ പോയി കണ്ട് അദ്ദേഹവും ചെക്ക് ചെയ്തു, ഒന്നുമില്ല. ഞാൻ പറയും നിനക്കൊന്നുമില്ല. എന്നിട്ടിപ്പോൾ
പുള്ളിക്കാരൻ ഒരു വൈദ്യരെടുക്ക കൊണ്ടുപോയി എണ്ണ ഇതൊക്കെ ഇട്ടിട്ട് കാല് തടവുകയാണ്. ശ്രദ്ധിക്കണം, എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൃതബിന്ദു ഉപനിഷത്ത് പറയുന്നു, മനനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷജ ബന്ധയോ വിഷയാസക്തി മുക്തയോ നിർവിഷയം സ്മൃതേൽ. ഇത്രയേ വേദങ്ങൾക്ക് പറയാനുള്ള. വേദമാതാവ് പറയുന്നു, മനനം ചെയ്ത് വിഷയാസക്തി. എൻ്റെ ഭാര്യ കാല് പൊട്ടി, പക്ഷേ മനസ്സ് എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ ചുരിദാറിനകത്തും ഈ സെറ്റ് സാരിക്കകത്തും ഉത്സവത്തിനകത്തും. ഈശ്വരീയമായൊരു ബുദ്ധി, ഈശ്വരീയമായൊരു ബോധം, ഈശ്വരീയമായൊരു പോസിറ്റീവ് എനർജി അവിടെ ഉയരുകയാണ്, വളരുകയാണ്. ഉത്സവമായി മനസ്സ് പോയപ്പോൾ ശരീരത്തിൻ്റെ വല്ലായ്മകൾ, ശരീരത്തിൻ്റെ ഇല്ലായ്മകളും ശരീരത്തിലുണ്ടാകുന്ന വേദനകളും പുള്ളിക്കാരി അറിഞ്ഞിട്ടേ ഇല്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്, മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശേഷ്യ സംശയ. ഇവിടെ അനുജൻ്റെ കാല് തട്ടിയത് എപ്പോഴാണ്? ഒരു മരിച്ച ശ്മശാനത്തിൽ വെച്ചാണ്. അപ്പം മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സ് തകർന്നു. ശ്മശാനം എന്ന് പറഞ്ഞാൽ ഒന്നുപോലെ തകർന്നു. ആ തകർന്ന മനസ്സിനകത്ത് ചെറിയ കാല് മുട്ടിയപ്പോൾ തന്നെ അത് ഭീകരമായി. ഇത്രയേ ഉള്ളൂ സബ്ജക്റ്റ്. അപ്പം പോസിറ്റീവായിട്ടുള്ളതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായും, നെഗറ്റീവായിട്ടുള്ള അസോസിയേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായും. ഇത്രയേ ഉള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയകൾ നെഗറ്റീവ് കണ്ട് കേട്ട് പാസ് ചെയ്ത് അത് മറ്റുള്ളവർക്ക് പാസ്വേഡും ചെയ്തിട്ടാകുമ്പോൾ നമ്മളും തളരും, നമ്മളും തകരും, മറ്റുള്ളവരും തകരും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, യോഗയുക്താത്മാ തുഷ്യന്തിച്ച രമന്തിച്ച. ഞാനുമായിട്ട് ഒരസോസിയേറ്റ് ചെയ്ത് യുജ്യതേ ഇത് യോഗ, ഞാനുമായിട്ടൊന്ന് യോജിച്ച് തുഷ്യന്തി സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ. തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മരയുധ്യജ നിന്റെ മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയാഹ. ഇവിടെ ഭഗവാൻ പറയുന്നു, മനസ്സും ബുദ്ധിയും നീ എന്നിലർപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ ഏകാന്തതയെ തകർത്ത് തരിപ്പണമാക്കാം. ഇനി ഈ ഏകാന്തതയിൽ മുങ്ങിക്കുളിക്കുന്നത് 90% സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് ബിവറേജ് കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ മലയാള മനോരമ നടത്തിയ ഒരു സർവേയാണ്, വനിതാക്കാർ നടത്തിയ സർവേയാണ്, 98% സ്ത്രീകൾ ഡിപ്രഷനിൽ മുങ്ങിക്കുളിക്കുകയാണ്. ഭർത്താവ് രാവിലെ എഴുന്നേൽക്കുന്നു, ജീൻസും പാൻസും ഇത് വിട്ടിട്ട് ജോലിക്ക് എന്നും പറഞ്ഞു പോകണു, ആന ചെയ്യാൻ അവിടെ പോകണം ഇവിടെ പോകുന്നു. വരെ നമ്മളിവിടെ കുളിക്കുകയും ചെയ്യാതെ ഈ അടുക്കളയിൽ ഏകാന്തതയിൽ മുങ്ങി തകർന്ന് തരിപ്പണമാകുകയാണ്. അപ്പോൾ ഈ ഏകാന്തതയുടെ തടവുകാരായി ഉമിത്തി പുകയുന്നത് പോലെ പുകയുന്ന വ്യക്തികൾ, അവർ പാർട്ട്ണർമാരുണ്ട്. എന്തിന്? പേരിന്. ഈ പേരിന് മാത്രം പാർട്ട്ണർമാരുള്ള, ഭർത്താക്കന്മാരുള്ള സ്ത്രീകളോട്, സഹോദരിമാരോട് ഭാഗവതമുണ്ട്, നിങ്ങൾക്ക് ഭഗവത്ഗീതയുണ്ട്. നിങ്ങളൊരു ഗായത്രി മന്ത്രം ഉപാസന ചെയ്തു നോക്കൂ. എന്താണ്? ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മന്ത്രമാണത്. നിങ്ങളുടെ ബ്രെയിനെയാണത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മളിതങ്ങോട്ട് ചൊല്ലിയാൽ മതി. ഓരോ വ്യക്തികളും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഗായത്രി മന്ത്രം ഒച്ചത്തിലങ്ങോട്ട് ചൊല്ലുക. അത് കേൾക്കുമ്പോൾ ഭർത്താവിൻ്റെ ബ്രെയിനിൽ ധീയോയോ നഃ പ്രചോദയാൽ പ്രചോദനം വരും. മക്കളത് കേട്ട് തന്നാലെ പഠിച്ചോളും. ഓ അത് ശരി, അപ്പോൾ ഗായത്രി മന്ത്രം ഉപാസന ചെയ്യേണ്ടതാണെന്ന് തോന്നും. ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക, ഞാൻ കുളിച്ച് വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് ചായ കുടിക്കുള്ളൂ എന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. അങ്ങനെ സംസ്കാരത്തിൽ വളരുമ്പോൾ ഭർത്താവും ഒരു പ്രതിജ്ഞ എടുക്കും. മറ്റേത് ഗുരുവായൂരപ്പനാണ് സത്യം, വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് ഞാൻ കുളിച്ച് ചായ കുടിക്കുള്ളൂ. അപ്പോൾ ഭർത്താവും എന്തു ചെയ്യും? കുട്ടുകല്ലൂർ അമ്മയാണ് സത്യം, ഞാൻ ബിവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കില്ല, മദ്യം കുട്ടിക്കില്ല എന്ന്. ഈ ക്ഷേത്ര സംസ്കൃതിയെ ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തണം.
എനിക്ക് ജീവനുണ്ടെങ്കിൽ ശബരിമല ധർമ്മശാസ്താവാണ് സത്യം. അടുത്ത ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷമേ ഞാൻ ഗ്യാസിൻ്റെ ലൈറ്റർ കൊളുത്തുള്ളൂ എന്നത്. അപ്പോഴോ ജീവിതത്തിൽ ഈ വേദവിഹിതമായ വൈദിക സംസ്കൃതി വളർന്നു വരാനാണ് ക്ഷേത്രവും ക്ഷേത്ര ഉപാസനയും നാമവും നാമ ജപ ലയ ലഹരിയിലൂടെ ഒരു സ്നേഹാധിഷ്ഠിത കുടുംബ ജീവിതം. അതിന് ഋഷീശ്വരന്മാർ പറയും, വേദമാതാവ് പറയും, തേനെ ത്യക്തേന ഭുഞ്ചീത മാ ഘൃതക്കസ്യ സിദ്ധനം. തേനെ ത്യക്തേന ഭുഞ്ചീത. ഇതിൻ്റെ ഒന്നും സ്ഥായിയായിട്ട് ഒരു ദുഃഖത്തിനും നിലനിൽപ്പില്ല. ശശ്വന്നശ്വര വിശ്വമേവമഖിലം നിശ്ചിത്യ വാചാഗുരു ശങ്കരാചാര്യർ പഠിപ്പിച്ചില്ലേ. അപ്പോൾ ഈ ദുഃഖത്തിനും ഈ ഏകാന്തതയ്ക്കും ഇതിനൊന്നും സ്ഥായിയായ ഒരു നിലനിൽപ്പില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതേ വർഷം ഇതേ ദിവസം ഞാനുമില്ല നിങ്ങളുമില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഇതേ വർഷം ഇതേ ദിവസം നിങ്ങളുമില്ല ഞാനുമില്ല. ഈ സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് കൂട്ടായി എൻ്റെ ഇഷ്ടദേവനായ, അത് നിങ്ങൾ ആരെ വേണമെന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിയോ ഗുരുവായൂരപ്പനോ മറുതയോ കൂടനോ യേശുക്രിസ്തുവോ അള്ളാഹോ ഏതെങ്കിലും ഒരു രൂപനാമാത്മകമായ ഒരു ചൈതന്യത്തെ ഉപാസനാക്കണം. ഉപാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കൂട്ടത്തിൽ ഇരിക്കുന്നവൻ. ഉപനിഷാദ ഇതി ഉപനിഷത്ത്. ആ ഉപനിഷത്ത് പ്രതിപാദ്യമായ ബ്രഹ്മത്തെ ഉപനിഷാദ് കൂട്ടത്തിലിരുത്തണം. തൻ്റെ ഏറ്റവും അടുത്ത് ഞാൻ തന്നെയാണ്. അപ്പോൾ അവനവനിലെ വ്യക്തിത്വത്തിന് ഈ ഒരു ശക്തി, പ്രേരക ശക്തി, അത് മറ്റൊന്നുമല്ല, ഈ പ്രപഞ്ച ശക്തിയാണ് എനിക്ക് കൂട്ടിനുള്ളത്. ഈ പ്രപഞ്ച ശക്തിയാണ് എനിക്ക് കൂട്ടിനുള്ളത് എന്നുള്ള ഒരു സംസ്കാരം ചെറുപ്പത്തിലേ നമ്മളെ മക്കളെ വളർത്തിയെടുക്കണം. ചെറുപ്പത്തിലേ ഈ വൈദിക സംസ്കൃതിയിൽ വളർത്തിയെടുക്കണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ ഈ സംസ്കൃതി എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ആ സംസ്കൃതിയെ വളർത്താൻ സാധിച്ചത്. ഈ നാമജപത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് എന്നെ പഠിപ്പിച്ച് എൻ്റെ അമ്മ വളർത്തിയെടുത്തതിന് ശേഷമാണ് എനിക്ക് വിവാഹം ഗൃഹസ്ഥാശ്രമത്തിലോട്ട് എന്നെ കാലെടുത്ത് വെപ്പിച്ചത്. അപ്പോൾ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മൾ നമ്പൂരിമാരാകുമ്പോൾ അതിന് വേളി എന്ന് പറയും. ഒരു വേളി മന്ത്രമുണ്ട്, അതിനാണ് പാണിഗ്രഹണം എന്ന് പറയും. ആ കൈ പിടിക്കുന്നവരുടെ സഹധർമ്മശ്ചര്യതാം. ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ കൂട്ടത്തിൽ അന്യോന്യം ധർമ്മം ആചരിക്കലാണ്. ഭസ്മാന്ത്യേ ശരീരം ഭസ്മമാകുന്നത് വരെ ധർമാചരണം. അപ്പോഴോ ആ ധർമാചരണം ആചരിക്കുമ്പോഴേക്കും ചൊല്ലുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ആ ഭാര്യ ഭഗവതി എന്നുള്ളതാണ് വേദമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാര്യയാകുന്ന ഭഗവതി, ഭഗമുള്ള ഭഗമുള്ള സ്ത്രീരത്നം. അപ്പോൾ അവിടെ ആ പുരുഷനെ അവിടെ പറയുന്ന ഒരു നല്ല മന്ത്രമുണ്ട്, വീടുണ്ട്, ഭർത്തൃദേവൻ. അവിടെ ഭർത്താവിനെ ദേവനായിട്ട്, ദ്യോതനാലിതി ദേവാഹ, അവിടെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രതീകമായ ഭർത്താവിനെ ഇവിടെ ശ്രദ്ധിക്കണം. വിവാഹം, ഞാൻ സ്വന്തം ആക്കുന്നു. വിക്ടറിയുടെ തന്നെ ഇവിടെയും ഞാൻ സ്വന്തമാക്കുന്നു. അഹം, പരപ്രേരണയില്ലാതെ. നോക്കൂ, തമാശ പറയുന്നത് പോലെ അല്ല ഈ ഹൈന്ദവ ധർമ്മം. എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു പുരുഷനെയാണ് ഞാൻ വിവാഹം സ്വന്തമാക്കുന്നത്. ഞാനും പുരുഷനും അതുപോലെ തന്നെ. അപ്പോഴേ പറയും മഹാഭാരതം ഒറ്റ വാക്കിൽ, പതി ശുശ്രൂഷയാം ധർമ്മം യസ്സമേ രോചതേ ദ്വിജ. ഹേ ബ്രാഹ്മണ, പതി ശുശ്രൂഷയാണ് ധർമ്മം. ഭർത്താമേ പരമം ദേവം. മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുകയാണ്, വ്യഥഗീതയിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഭർത്താമേ പരമം ദേവം, എൻ്റെ പരമമായ സുപ്രീമായ ദേവനാണ് ഭർത്തൃധർമ്മം. ഇത് നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമധർമ്മം.
ഗൃഹം കൂടുമ്പോൾ ഇമ്പമുള്ള സ്നേഹാലയമായ ഗൃഹസ്ഥം, ആശ്രമം. ആശ്രമം വെച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിൽ ഋഷീശ്വരന്മാർ അനുഭവിച്ച സുഖം കുടുംബത്തിൽ അനുഭവിക്കുന്ന ഗൃഹമേക ഗൃഹസ്ഥാനം സുസമാഹിത ചേതസ ശാന്താഹാം ഹൃദിദോഷാണം വിജന. വനഭൂമിയെ, വനഭൂമിയിൽ ഈശ്വരന്മാരനുഭവിക്കുന്ന സൗഖ്യം സന്തോഷവും കുടുംബത്തിൽ അനുഷ്ഠിക്കണം. എന്നിട്ടോ ഗൃഹസ്ഥ ആശ്രമം ശ്രമിക്കണം. എന്തിന്? സമ്പത്ത് നേടാൻ, സൗഭാഗ്യങ്ങൾ നേടാൻ, സ്നേഹം നേടാൻ, നന്മ നേടാൻ, എല്ലാ പുരുഷാർത്ഥങ്ങളും നേടാൻ. ഇതാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മം. ഇനി ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിനെ ഭാഗവതത്തിൽ ഗൃഹസ്ഥാശ്രമങ്ങൾക്കുള്ളതാണല്ലോ ഭാഗവതം. 18,000 ശ്ലോകങ്ങൾ വേദവ്യാസ ഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത്. പരീക്ഷത്തിന് ജീവിതമാകുന്ന പരീക്ഷണത്തിലാണ് നമ്മളൊക്കെ ഉള്ളതെന്നറിയാം. അതുകൊണ്ട് പരീക്ഷത്തിനോട് പറയുന്നു എന്ന വ്യാജേന ഭാഗവതം നമുക്ക് വേണ്ടി രചിച്ചിരിക്കുകയാണ്. ആര്? മഹാഗൃഹസ്ഥനായ 16,008 ഭാര്യമാരെ ഭരിച്ച എക്സ്പീരിയൻസ് ഉള്ള നമുക്കിത് ഒന്ന് തന്നെ ശരണമയ്യപ്പ കേട്ട് കഴിഞ്ഞ് നമ്മളെ നട്ടും പോട്ടും അഴിച്ചു വിടും. അപ്പോൾ ഇത് ഭഗവാൻ പറയുന്നത് നല്ല ഉദാഹരണമുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അത് പറയാനാണ് ഞാൻ ഇത്രയും പറയുന്നത്. അവിടെ ഈ ഈ ഈ ഈ ഈ ഈ ഭഗവാനും ഈ ഭക്തനും തമ്മിലുള്ള വശീ കുർവന്തിമാം ഭക്ത്യ സസ്ത്രിയോ സത്സ്ത്രിയോ സത്പതിം യഥാ. എന്താണ്? വശീ കുർവന്തിമാം ഭക്ത്യ, എന്നെ ഭക്തിയോടുകൂടി, സസ്ത്രീയോ നല്ല സ്ത്രീകൾ അവരവരുടെ ഭർത്താക്കന്മാരെ എങ്ങനെയാണോ വശീകരിക്കുന്നത് അതുപോലെ ഭക്തി കൊണ്ട് നീ എന്നെ സ്വന്തമാക്കണം, എന്നെ വശീകരിക്കണം. ഈ തത്വാധിഷ്ഠിതമായ കുടുംബ ബന്ധങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം പോലെ ഭാര്യയും ഭർത്താവും തമ്മിലാവുമ്പോഴാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്ത്? സത്ത് സംഘം. നമ്മൾ ഒരുപാട് ആൾക്കാരെ സംഘമുണ്ട്. ആരോട്? ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, അവരോട്, ഇവരോട് ഒക്കെ ഉണ്ട്, സംഘമുണ്ട്. പക്ഷെ അതൊക്കെ സംഘം മാത്രമേ ഉള്ളൂ. സംജായതേ കാമ, കാമാത് ക്രോധോഭിജായതേ, ക്രോധോദ്ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ പ്രണശ്യതി. ഇതിനകത്തൊക്കെ നാശേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സത്തുകൾ തമ്മിലായാലോ സത്സംഗം വരും. സത്സംഗത്തെ നിസ്സംഗത്തെ, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവൻ മുക്തി. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ പരമാനന്ദ സംപ്ലുത. അപ്പം പരമാനന്ദത്തിൽ ജീവിക്കാൻ ആ പരസ്പരമുള്ളതിൻ്റെ ഏതാണ്? ആത്മസഖി. അപ്പോൾ ആത്മാവിൻ്റെ കൂട്ടുകാരനാണ് നമ്മുടെ ഭർത്താവ്. ആത്മാവിൻ്റെ കൂട്ടുകാരനാണ് നമ്മുടെ ഭർത്താവ്. ആത്മാവിൻ്റെ കൂട്ടുകാരിയാണ് നമ്മുടെ ഭാര്യ. വേദമാതാവ് നമ്മെ പഠിപ്പിക്കുന്നു ശരണമയ്യപ്പ. ഇതൊക്കെ നമ്മളെ കുട്ടികളെ ഈ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എങ്കിലോ ബുദ്ധിക്കും യുക്തിക്കും കോമൺ സെൻസിനും അൾട്രാ മോഡേൺ സയൻസിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോലും ആക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഈ രീതിയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളിത് മനസ്സിലാക്കണം, നിങ്ങളിത് ഉൾക്കൊള്ളണം. വരും തലമുറയെ പഠിപ്പിക്കണം. എന്തിന്? അവരുടെ ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അർദ്ധോഹവാ യേഷ ആത്മനോയാ പത്നി. കൃഷ്ണയജുർവേദത്തിലെ മന്ത്രമാണിത്. അർദ്ധോഹവാ യേഷ, യേഷ ഇവൻ പത്നിയാകുന്ന പുരുഷൻ്റെ അർദ്ധശരീരമാകുന്ന ഭർത്താവാകുന്ന പുരുഷൻ. അയ്യോ തിരുമേനി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല. പകുതിയും ഭാര്യയുടെ പകുതി ഭർത്താവ്, ഭർത്താവിൻ്റെ പകുതി ഭാര്യ. അത് പകുത്ത് നൽകുന്നതുകൊണ്ട് പത്നിയാകുന്നു. ഇപ്പം അത് പകുത്ത് ഷെയർ ചെയ്ത് അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത്, ഒന്ന് കിഴക്കോട്ടും പോകുന്നു, ഒന്ന് പടിഞ്ഞാറോട്ടും പോകുന്നു. അതാണ് മൂല്യച്യുതി. അതാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത. എനിക്ക് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയൊക്കെ വലിയ ബഹുമാന. ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ഇക്കൂടത്ത് പെടുത്തേണ്ട പാവങ്ങളാണ്.
അതിനകത്ത് ഈ ക്രിസ്ത്യാനികൾ പള്ളി ഈ ഡൈവേഴ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല, അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. അത് നിങ്ങളെന്താ ചെയ്തത്, ഞങ്ങൾക്കറിയണ്ട, ദൈവമായിട്ട് കൂട്ടി കിടക്കുന്നത് ഞങ്ങൾക്കായിട്ട് വേർപിരിക്കാൻ ഇതില്ല പറയും. അതൊന്നും ഇവിടെ പറ്റില്ല പറഞ്ഞു. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക്, പിന്നെ കോടതിയിൽ പോയിട്ടില്ല. അത് എനിക്കറിയാം. ഏതായാലും ശരി, പത്നി പുരുഷൻ്റെ അർദ്ധശരീരമാകുന്നു, സ്ത്രീയുടെ അർദ്ധശരീരമാകുന്നു പുരുഷൻ. ഇതാണ് ഹിന്ദു ധർമ്മം. എന്താണ് ധാര ഇതി ധർമ്മം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഷെയർ ചെയ്യൽ, ഒരു കെയർ ചെയ്യൽ, അതിലൊരു സംതൃപ്തി. അപ്പോഴോ അറിഞ്ഞും അറിയിച്ചും ത്യജിച്ചും ത്യജിപ്പിച്ചും. എന്താണ് ത്യജിക്കേണ്ടത്? ഞാനിപ്പോൾ രാവിലെ ഉറങ്ങെഴുന്നേറ്റു ഭാര്യയെ രണ്ട് ചീത്ത പറഞ്ഞു, അതങ്ങോട്ട് ത്യജിക്കണം. ഭാര്യ വൈകുന്നേരം ആകുമ്പോൾ സാധനങ്ങൾ മേടിച്ചു വന്നതിൽ ഭർത്താവിനെ കുറിച്ച് ചീത്ത പറഞ്ഞു, അതങ്ങോട്ട് ത്യജിക്കണം. അപ്പോഴോ കെയറിങ്ങും ഷെയറിങ്ങുമുള്ള അറിഞ്ഞും അറിയിച്ചും ത്യജിച്ചും ത്യജിപ്പിച്ചും കൊടുത്തും വാങ്ങിയും. അടിയല്ല കേട്ടോ, പിന്നെ A to Z, കൊടുത്തും വാങ്ങിയും. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? സന്തോഷിച്ചും സന്തോഷിപ്പിച്ചും A to Z കെയറും ചെയ്തുകൊണ്ട്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറയും, ഒന്നായാൽ നന്നായി, ഒന്നായാൽ നന്നായി. ഇല്ല എങ്കിൽ ഏകാന്തതയുടെ രണ്ട് വഴികൾ. ആത്മന്യേരാത്മനോ ബന്ധു, ആത്മന്യേ രിപുരാത്മന പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് അവനവൻ്റെ ബന്ധു അവനവനാണ്, അവനവൻ്റെ ബന്ധു അവനവനാണ്. ആ അവനവൻ്റെ പകുതിയാണ് അവനവൻ്റെ ഭാര്യ, അവനവൻ്റെ ഭാര്യയുടെ പകുതിയാണ് അവനവൻ. ഈ സബ്ജക്റ്റ് മനസ്സിലായാൽ ഈ ഏകാന്തതയുടെ ഒറ്റ യാത്ര ചെയ്ത് കാട്ടുതീയിൽപ്പെട്ട് വെന്തുരുകി വെണ്ണീരാകില്ല. ചില ജീവിതം പറയും, നമ്മളൊക്കെ കേൾക്കാറുണ്ട്, ഒക്കെ ആണെന്നുണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ജീവിതം. അയാളെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. ചില ആൾ പറയും, അച്ഛൻ ഏതായാലും ഇത്രയും പാടുപെട്ട് ഇത്രയും പൈസയും ചിലവിട്ട് കെട്ടിച്ചു കൊടുത്തു, ഇനിയിപ്പം സഹിച്ചേ പറ്റൂ. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയായാലും നീ ക്ഷമിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന്. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാതെ അവനവന് വേണ്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഉള്ളിലുള്ള സർഗാത്മകത കാണുകയും വികസിപ്പിക്കുകയും ചെയ്ത് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായി വസന്തവദ്ലോക ഹിതം ചരന്തി, ലോകത്തിന് മുഴുവൻ നന്മ വരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും സുഗന്ധവും വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാര്യ ആക്സെപ്റ്റ് ചെയ്യും, നമ്മളെ ഭർത്താവിനെ ഭാര്യയും ആക്സെപ്റ്റ് ചെയ്യും. ആ രീതിയിൽ നമ്മൾ ഉയരണം, വളരണം. ഇതിനാണ് പറയുന്നത് ആത്മനസ്ഥു കാമായ സർവം പ്രിയം ഭവതി. വേദങ്ങൾ പറയുന്നു ആത്മനസ്ഥു കാമായ സർവം പ്രിയം ഭവതി. അവനവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എന്നോട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, എന്നിലുള്ള പ്രേമസ്വരൂപമായ ഭഗവാനെ ഞാൻ വികസിപ്പിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അവസാന നിമിഷം വരെ ആവശ്യമുള്ളതാണ് എൻ്റെ ഭാര്യ എന്ന സത്യത്തെ എനിക്ക് മനസ്സിലാവും. എൻ്റെ ഭാര്യയ്ക്ക് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാണസഖിയാണ് എൻ്റെ ഭർത്താവ്, അവസാന നിമിഷം വരെ എനിക്ക് വേണ്ടതാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാകും. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മക്കൾക്കും അച്ഛനോടും അമ്മയോടും തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹവും ബന്ധങ്ങളും വളരും. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹാശിസ്സുകൾ അവിടെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ പ്രേമാധിഷ്ഠിതമായ വിഹിത കർമ്മങ്ങൾ ഒന്നിച്ച് ചെയ്യാനുള്ളതാണ് വൈവാഹിക ജീവിതം. ശ്രദ്ധിക്കൂ, വിഹിത കർമ്മങ്ങൾ ഒന്നിച്ച് ചെയ്ത് മാതൃകയായി വളർന്ന് ഉയർന്ന് മൃത്യോർമാം അമൃതംഗമയാം അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരേണ്ടവരാണ് ഹൈന്ദവധർമ്മം. ഇതാണ് ഗൃഹസ്ഥ ആശ്രമം. ഗൃഹസ്ഥ ആശ്രമം. ഇതിന് പകരം ആധുനിക കുടുംബങ്ങൾ കുറ്റവും കുറവുകളും കാണുകയും കേൾക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും പരാതിയും പരിഭവങ്ങളും പരസ്പരം ചെളിവാരി തേക്കലുമായി നമ്മൾ കാണുന്ന ഒരു രംഗമാണ്. ഇങ്ങനെ ശീലിച്ച് എല്ലാത്തിനകത്തും കുറ്റവും കുറവും പറഞ്ഞ് ഭാര്യയുടെ 100,000 കുറ്റം,
ഭർത്താവിൻ്റെ 100,000 കുറ്റം, അച്ഛൻ്റെ 100,000 കുറ്റം, അമ്മയുടെ 100,000 കുറ്റം, മക്കളുടെയും 100,000 കുറ്റം. ഇനി ഈ സംസ്കാരത്തിൽ വളരുന്ന വ്യക്തികൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിന് കുറ്റം, കമ്മിറ്റിക്കാർക്ക് കുറ്റം, ദേവന് കുറ്റം, വിഗ്രഹത്തിന് കുറ്റം, എല്ലാത്തിലും കുറ്റവും കുറവും പറയുന്ന ഒരു സംസ്കാരത്തിൽ വളർന്നു വരുന്ന വ്യക്തി ഈശ്വരന് പോലും കുറ്റവും കുറവുകളും കാണും. സർവജ്ഞനായ സമ്പൂർണനായ ഭഗവാന് പോലും കുറ്റവും കുറവും പറയുന്ന രീതിയിലോട്ട് തകർന്നടിയുമെന്ന് മാതാ അമൃതാനന്ദമയി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ കുറ്റവും കുറവും പരാതികളും പരിഭവങ്ങളും എല്ലാമാണ് ക്ഷേത്ര സംസ്കൃതിയിൽ നമ്മൾ കാണിക്കയായി ഭഗവാന് സമർപ്പിക്കേണ്ടത്. അപ്പോഴോ ഭഗവാനത് വൈക്കത്തപ്പനായിട്ട് ഇത് പോയിക്കുമ്പം ആ പാർവതി സമേതനായിട്ടുള്ള ഒരു പരമേശ്വരനെ നമുക്ക് കാണാൻ പറ്റും. ഗുരുവായൂർ പോയാലോ 2 ഭാര്യമാരായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണു അവിടെ ഇരിക്കുന്നത്. ഇടത് സൈഡിൽ മഹാലക്ഷ്മി, വലത് സൈഡിൽ ശ്രീ ധരശിഷ്ടപാർശ്വന്യുമാമി. ഇടത് സൈഡിൽ ഭൂമിദേവിയും 2 ഭാര്യയുമായിട്ട് നിൽക്കുന്നതാണ് നമുക്കവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ഒരു ഇൻസ്പിരേഷൻ വേണം ദേവന്മാർക്ക് പോലും, ഹൈന്ദവ ദേവന്മാർക്ക് പോലും. ഇനി അയ്യപ്പസ്വാമിയോ പൂർണ്ണ പുഷ്കലാംബസമേത ശ്രീ ഹരിഹരപുത്ര, എന്താ തിരുമേനി? അതെ 2 ഭാര്യമാരുമായിട്ടാണ് പുള്ളിക്കാരനും. അപ്പോൾ ഇതൊക്കെ ഒരു വിഷനും മിഷനുമാണ്. ദൈവീക സംസ്കാരത്തിൽ പോലും ഇതാണ്. അപ്പോൾ നമുക്കെല്ലാ ബന്ധങ്ങളും കിട്ടുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നിമിഷം തകർത്ത് കളയരുത്, ഈ ബന്ധം തകർക്കരുത്. ആധുനിക മനുഷ്യൻ ആത്മഹത്യയുടെ വക്കിലൂടെ പോകുകയാണ്. എന്തുകൊണ്ട്? ആസപ്റ്റ് ചെയ്യായ്മയാണ് ആത്മഹത്യക്ക് കാരണം. ആസപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യാ ചിന്ത പോലും വിട്ടുപോകും. അപ്പോൾ അമിത പ്രതീക്ഷയും അമിത പ്രതികരണവും അമിത പ്രതിഷേധവുമാണ് ഈ ഒറ്റപ്പെടലിൻ്റെ കാരണം. അപ്പോൾ അമിതമായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട, പ്രതീക്ഷ ഭഗവാനിൽ മാത്രമാക്കണം. നമ്മൾ പ്രതികരിക്കേണ്ടതിന് പകരം ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യണം. അമിത പ്രതിഷേധം കെമിക്കൽ വന്ന് നാളെ ക്യാൻസർ പോലും വരാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ത്യക്ത്വാ കർമ്മഫലാസക്ത നിത്യതൃപ്തോ നിരാശ്രയോ. ത്യജിക്കേണ്ടതെല്ലാം ത്യജിക്കണം, ത്യജിക്കേണ്ട കാര്യങ്ങളെല്ലാം ത്യജിക്കണം. എന്താണ്? നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതൊക്കെ അങ്ങോട്ട് ത്യജിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവശേഷിക്കുന്നത് നേതി 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 എന്ന് പറഞ്ഞ് ത്യജിക്കണം. അപ്പോഴോ ഇതി എന്ന വ്യക്തമായ ധാരണ വേദവിഹിതമായ സംസ്കാരത്തിലൂടെ വേദമാതാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് സംതൃപ്ത സന്തോഷ ജീവിതം. ഇത് നാം കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ മക്കളെയും ഇത് പഠിപ്പിക്കണം. അപ്പോൾ അറിവും കഴിവുമുള്ള നമ്മുടെ മക്കൾക്ക് പരാതിയും പരിഭവങ്ങളുമില്ല. നമ്മുടെ ക്ഷമ കണ്ട് അവർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമയാണ് ഏറ്റവും വലിയ ധനസമ്പത്ത്. ഈ ധനസമ്പന്നനാണ് നമ്മളെങ്കിൽ നമ്മളെ മക്കളും ആ വഴിക്ക് വരും. അപ്പോൾ വിട്ടുവീഴ്ചയുടെ ഒരു രാജാവായി മാറും. അപ്പോൾ പുഞ്ചിരിയുടെ ഒരു രാജകുമാരിയായി മാറും നമ്മുടെ ഭാര്യ. അപ്പോൾ മന്ദം ജഹാസ വൈകുണ്ഠാഹ. അപ്പോൾ ഗുരുവായൂർ തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചിന്തിക്കണം, മന്ദം ജഹാസ വൈകുണ്ഠ, പുഞ്ചിരി തൂകുന്ന ഹൃദയമാണ് വൈകുണ്ഠം. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഭഗവാൻ അവിടെ പ്രതിജ്ഞ എടുക്കുകയെന്നാണ്, പ്രതിജാനാഹി നമ്മെ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തനൊരിക്കലും നശിക്കില്ല. പ്രഹസന്നിവ ഭാരത, കുരുക്ഷേത്ര യുദ്ധത്തിൽ പോലും അവന് പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, മന്ദം ജഹാസ വൈകുണ്ഠ. ഇതാണ് ഗുരുവായൂർ തൊഴുത് ഇറങ്ങുമ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭുവനമോഹന മന്ദഹാസനം തൂക്കിക്കൊണ്ടുള്ള ആ കൃഷ്ണ വിഗ്രഹത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളണം. ചിരിക്കുന്ന മുഖവുമായി നാം കുടുംബത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ പാട്ടില്ലേ, പൂമുഖവാതിൽ എന്നാണ്, പൂമുഖവാതിൽക്ക് സ്നേഹം വിളമ്പുന്ന
പൂന്തിങ്കളായുന്നു, പൂന്തിങ്കൾ ചിരിക്കുന്ന പോലെ ചിരിക്കണമെന്ന്. ഇനി അതൊന്നും പറ്റൂലെങ്കിൽ ഉള്ള രീതിയിൽ സംതൃപ്തമായി സന്തോഷമായി പുഞ്ചിരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ല ജീവിതത്തിന് നമ്മൾ ഒന്ന് മെനക്കെടണം, ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ അമ്പലത്തിൽ പോയി തൊഴുത് വന്നതുകൊണ്ടൊന്നും 10 കിലോ പുണ്യം കിട്ടൂല, 1.5 ലിറ്റർ അനുഗ്രഹവും കിട്ടൂല. പിന്നെ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലവും പ്രതിഫലവും, കർമ്മത്തിൻ്റെ ഫലവും പ്രതിഫലവും. കർമ്മത്തിൻ്റെ ഫലം എന്താണ്? സന്തോഷ സംതൃപ്ത ജീവിതം. കർമ്മത്തിൻ്റെ പ്രതിഫലം എന്താണ്? ജീവിതത്തിൻ്റെ വാർദ്ധക്യം പോലും ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് മൃത്യുവിനെ പോലും എന്താണ്? എസ്തേ സോമാ പ്രാണസ്ഥാൻ ജുഹോമി. ആ ജഗദീശ്വരൻ്റെ പ്രാണൻ നാം കടമെടുത്ത് നമ്മൾ ഉപയോഗിച്ച് ആ പ്രാണൻ ജഗദീശ്വരനെ സമർപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.